ചൂട് കൂടിയതിൽ ആകെ കൂടിയൊരു സമാധാനം ഉണ്ടായിരുന്നു. ഋതുമോളുടെ കഫക്കെട്ട് കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നത് മാത്രമാണ് കേട്ടോ. അങ്ങനെ 1-2 മഴയ്ക്ക് ശേഷം എല്ലായിടത്തും പനിയും ചുമയൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഋതുവിന് മാത്രമല്ല, ഋതുവിന്റെ അച്ഛനും അച്ഛമ്മയ്ക്കും ഒക്കെ വയ്യാതിരിക്കുന്നതാണ്. ചെറുത് ഡോക്ടർ ഒരു കുഞ്ഞ് ഇഞ്ചക്ഷൻ തരട്ടെ ചോദിച്ചാണ് കേട്ടോ ഋതുമോള് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കാണിച്ചിട്ട് ഇറങ്ങി. ചെസ്റ്റിൽ നല്ല രീതിക്ക് കബുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നെബിലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഇറങ്ങി. ഞങ്ങൾ ലാസ്റ്റ് പേഷ്യൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതേ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നെബിലൈസ് ചെയ്യാൻ കുറച്ചധികം തന്നിട്ടുണ്ട്. ലേറ്റ് ആയതുകൊണ്ട് ഡോക്ടർ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേഗം കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നോർമലി ഞങ്ങൾ പുറത്ത് പോസ്റ്റ് അടിച്ചിരിക്കാറുണ്ട് കുറേ സമയം. ഞാൻ ഫാർമസിയിൽ ഇറങ്ങുമ്പോഴേക്കും അച്ഛനും മോളും കൂടെ വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി കൊണ്ട് വരുമ്പോൾ എൻ്റെ സീറ്റിൽ ഋതു കയറി ഇരിക്കണ്ട കേട്ടോ. എനിക്ക് സ്ഥലം തന്നില്ല. പിന്നെ ഞാൻ തല്ലോടാനൊന്നുമില്ല. അവിടെ ഇരുന്നോളാൻ പറഞ്ഞ് ഞാൻ മെല്ലെ ബാക്കിൽ കയറിയിരുന്നു. ഇപ്പം എവിടെ നോക്കിയാലും പൂമുരം പൂത്തലഞ്ഞ് നിൽക്കണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ നിന്ന ഗ്യാപ്പിൽ ഋതുവിൻ്റെ ഡാഡി എൻ്റെ അടുത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇരിക്കാൻ സ്ഥലം തരില്ല ഗൈസ്. ഞാൻ പറഞ്ഞു കൊടുക്കും ഗൈസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഇത് കുറുമ്പി പെണ്ണ ഗൈസ്, ഇരിക്കാൻ സ്ഥലം തരും. ഋതു ചുമച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഋതുവിൻ്റെ അടുത്ത് മടിയിൽ വെക്കാൻ പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ കയറ്റിയിരുത്തിയത്. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, മരുന്നൊക്കെ എടുത്തു. നെബുലൈസ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പിടിച്ചിരുത്തിയതാണ് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മരുന്നിൻ്റെ ക്ഷീണവും പിന്നെ നൈറ്റ് ഫുള്ള് ചുമച്ചിട്ട് ശരിക്കും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ക്ഷീണത്തിൽ നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങി വീഴുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മരുന്ന് ചെന്നട്ടെ എന്ന് വിചാരിച്ചു. നാളത്തേക്ക് ചുമ കൂടുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.